അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി തയ്യാറാക്കിയെടുത്താലോ. ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണ് കേട്ടോ. സവാള ഒന്ന് വഴറ്റി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ആദ്യം നമുക്കിതാ സവാള ഒന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ 4 സവാള എടുത്തിട്ടുണ്ട്. അത് 2-3 ബാച്ചായിട്ട് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കട്ടെ. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കണ്ട. സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. ഈ കളറാകുമ്പോൾ തന്നെ എടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് പുറത്തെടുത്ത ശേഷം വീണ്ടും കളർ ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 ബാച്ചായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം ഓയിലിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അത് ഫ്രൈ ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് കുറച്ച് മുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തന്നെ ഉണക്കമുന്തിരിയും കൂടി ഇട്ടിട്ട് അതും ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഈ ബിരിയാണിക്ക് വഴറ്റിയ പിടിക്കുക ഒന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ആ ഒരു ഓയിലിൽ ആ ഒരു സവാള ഫ്രൈ ചെയ്തെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. പിന്നെയൊക്കെ സിമ്പിളാണ്. അപ്പോൾ അതാ മുന്തിരിയും ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഓയിലിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണം. അപ്പോൾ ആ ഒരു ഓയിൽ അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ട് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. 750 ഗ്രാം ചിക്കനായിട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉപ്പും ഒരു ഹാഫ് ലെമൺ ജ്യൂസും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് 3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും 2 ടീസ്പൂണ് ഗരം മസാലയും പിന്നെ ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാള ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഡെക്കറേഷന് വേണ്ടി മാത്രം മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ഇതുപോലെ കൈവച്ചിട്ട് തന്നെ പൊടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാത്രം മാറ്റി വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് ഉണ്ടല്ലോ തൈര്, അധികം പുളിയില്ലാത്ത തൈരാട്ടോ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില പുതിനയില ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയില കുറച്ചും മല്ലിയില കൂടുതലും ആ രീതിയിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് നമ്മൾ ആ ഫ്രൈ ചെയ്തെടുത്ത സവാളയുടെ ഓയിലുണ്ടല്ലോ അതിൽ നിന്നൊരു 1/4 കപ്പും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരി ഞാൻ ബസ്മതി റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് കളറുള്ള ക്ലാസിക് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ അതും സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറിന് ശേഷം ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ഇനി നമുക്ക് ചിക്കൻ ചെറിയ തീരിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചൊരു 10 മിനിറ്റിന് ശേഷം നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം വെക്കാം. അതിലേക്ക് ഒരു വലിയ പീസ് പട്ട, ഒരു 5 ഏലക്ക, 5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് അങ്ങനെ അങ്ങിട്ട് കൊടുക്കുകയാണ്. പിന്നെ 2 ടേബിൾ സ്പൂണ് പുതിനയില മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിൽ നിന്ന് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും. പിന്നെ ഒരു ബേ ലീഫും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത ഓണിയൻ്റെ ഓയിൽ ഉണ്ടല്ലോ അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കല്ലുപ്പടയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്, നോർമൽ ഉപ്പായാലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ സോക്ക് ചെയ്തിട്ട് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഇതിലിങ്ങനെ നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ചിക്കനൊന്ന് നോക്കണം. ചിക്കനൊന്ന് ഇടയ്ക്ക് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൈസ് ഒരു 70% കുക്കായി വന്നാൽ മതി കേട്ടോ. ഒരു 70% കുക്കായി വരുമ്പോൾ തന്നെ ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് അത് ഊറ്റിയിട്ട് കൊടുക്കണം. അപ്പോൾ റൈസ് ഇതാ ഞാൻ പറഞ്ഞ പോലെ 70% കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുക്കായി പോകരുത്. അപ്പോൾ നമ്മുടെ അരി ഉണ്ടല്ലോ എന്നിട്ട് വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ. നമുക്ക് സെപ്പറേറ്റ് അരി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വേവിൽ തന്നെ നമുക്ക് ഊറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു വെള്ളത്തോട് കൂടെ തന്നെ ഇങ്ങനെ അങ്ങ് ഊറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് നേരം അങ്ങ് ഊറ്റി വെക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു വെള്ളത്തോട് കൂടെ തന്നെ ആ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരു ബിരിയാണി പോട്ട് ചെറിയ തീയിലിട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ, കരിഞ്ഞു പോവാതിരിക്കാനാണ്. എന്നിട്ട് 2 ലെയറായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഫ്രൈ ചെയ്തെടുത്തുള്ള ഓണിയനും കാഷ്യൂസും റൈസിൻസും ഇട്ട് കൊടുക്കാം. പിന്നെ 2ാമത്തെ ലെയറായിട്ട് വീണ്ടും നമുക്ക് റൈസ് ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു 3 കപ്പ് അരിയിലേക്ക് 750 ഗ്രാം ചിക്കന് കറക്റ്റ് അളവാണ് കേട്ടോ. എന്നിട്ട് ഇതാ റൈസ് എല്ലാം ഊറ്റിയെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പാലിൽ കുറച്ച് കുങ്കുമപ്പൂവ് കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടാട്ടോ ദം ചെയ്തെടുക്കുക. പിന്നെ അടിയിൽ നിന്നൊക്കെ ചിക്കൻ്റെയൊക്കെ ഫ്ലേവർ റൈസിലേക്ക് കംപ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2-3 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അലുമിനിയം ഇത് വെച്ചിട്ട് ലിഡും വെച്ചിട്ട് നമുക്ക്
ചെറിയ തീയിലിട്ട് 10 മിനിറ്റ് ഒന്ന് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് എടുത്തു മാറ്റാം. പിന്നെ 1 മണിക്കൂറിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളി നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഹൈദരാബാദി ദം ചിക്കൻ ബിരിയാണി റെഡി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരുപാട് മസാലക്കുത്തൊന്നും ഇല്ലാതെ അടിപൊളി. റൈസൊക്കെ കണ്ടോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് റൈസൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം, പിന്നെ മസാലേൻ്റെ ഭാഗം എടുക്കാം. അപ്പോൾ റൈസ് മാത്രം ഞാനിതാ എല്ലാം അങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ റൈസും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക്